വളരെ ആലോചിക്കണം. എന്റെതല്ല, ഇന്നലെ വരെ കൊല്ലം തികയുന്നതിന്റെ അന്ന് രാവിലെ വരെ, അന്ന് ഉച്ചക്ക് വരെ, കൊല്ലം തികയുന്നവരെ ഈ ധനത്തിന്റെ 100% എന്റേതായിരുന്നു. എന്നാൽ കൊല്ലം തികഞ്ഞതോടുകൂടെ ഇതിന്റെ 97.5% മാത്രമേ എന്റേതുള്ളൂ. മറ്റേതെന്റേതല്ല. അതിൽ ക്രയവിക്രയം ചെയ്യാൻ എനിക്ക് അധികാരവുമില്ല. അത് മറ്റൊരുത്തന്റേതാണ്, അത് പാവപ്പെട്ടവന്റേതാണ്, അവരെ അവകാശമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സൂറത്തുൽ ഇസ്രാ 26-ാമത്തെ വചനം. മാത്രമല്ല സൂറത്തുർ റൂമിന്റെ 38-ാമത്തെ വചനത്തിലും അല്ലാഹു ഇത് പറഞ്ഞിട്ടുണ്ട്. فآتنا القربى حقه وابن السبيل ذلك خير للذين يريدون وجه الله وأولئك هم المفلحون. റൂമിന്റെ 38-ാമത്തെ വചനം. നീ നിന്റെ അടുത്ത ബന്ധു അവകാശിയായ ആൾക്ക്, പാവപ്പെട്ടവന്, ഒബിനസബീലി വഴിയാത്രക്കാരന്, അവനൊക്കെ നീ കൊടുക്ക. ഹഖഹു, അവന്റെ അവകാശം കൊടുക്ക. നിന്റെതല്ല, അവന്റെ അവകാശമാണ് അത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. അൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി നബി പറഞ്ഞു, ചോദിച്ചു വരുന്നവന് അവകാശമുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാൻ അർഹതയുള്ളവന് അവകാശമുണ്ട്. വരണമെന്നില്ല, ചോദിക്കാൻ അവകാശമുള്ളവന് അവകാശമുണ്ട്. അവൻ സഞ്ചരിക്കുന്ന കുതിരപ്പുറത്താണെങ്കിൽ പോലും, അവൻ കുതിരപ്പുറത്താണ് സഞ്ചരിക്കുന്നത് എങ്കിൽ പോലും അവന് അവകാശമുണ്ട് നിന്റെ ധനത്തിൽ. അവൻ ഭിക്ഷക്കാരനാ അല്ലെങ്കിൽ പാവപ്പെട്ടവനാ എങ്കിൽ അവൻ അവകാശമുണ്ട്. അവന്റെ ശൈലിയോ നീ നോക്കണ്ട. മാത്രമല്ല അവൻ കുതിരപ്പുറത്ത് വന്നാൽ പോലും അവന്റെ ഹക്ക് അവന് കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി അതിന്റെ ഇനങ്ങളാണ് പറയുന്നത്. വളരെ വ്യവസ്ഥാപിതമായ ഗൗരവപൂർവമായ ചർച്ചയാണ്. ചിന്തിക്കണം. 4 കാര്യങ്ങളിലാണ് സക്കാത്ത് ബന്ധിച്ചിട്ടുള്ളത്. 4 കാര്യങ്ങൾ 8 ഇനങ്ങളിലായി. 4 കാര്യങ്ങളിൽ 8 ഇനങ്ങളിലായിട്ടാണ് സക്കാത്ത് ഉള്ളത്. ഒന്ന് നാണയം, സ്വർണം വെള്ളിയെപ്പോലെയാണ് അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി. നോക്കൂ, 4 കാര്യത്തിലാണ് സക്കാത്ത് ബന്ധിച്ചിട്ടുള്ളത്. ഒന്ന് സ്വർണം, 2 വെള്ളി, അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി. എന്തുകൊണ്ട് ഇന്നത്തെ കറൻസി പ്രോമിസ് ചെയ്യുന്നുണ്ട്? നോക്കൂ നിങ്ങൾ, ഒരു 100 രൂപ, ഈ 100 രൂപക്ക് തത്തുല്യമായ ധനം, തത്തുല്യമായ സ്വർണത്തെ പ്രോമിസ് ചെയ്തുകൊണ്ടാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ ഒരു പ്രോമിസ് ചെയ്തുകൊണ്ടുള്ള നോട്ടാണ് ഇന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു കടലാസല്ല. നാട്ടിൽ പൈസ കുറച്ച് കമ്മിയായപ്പോൾ റിസർവ് ബാങ്ക് ഓഫീസർക്ക് തോന്നി, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന് തോന്നുകയാണ് നോട്ട് കുറച്ച് കമ്മിയാണ്, അതുകൊണ്ട് കുറച്ച് നോട്ട് അങ്ങോട്ട് അടിച്ചേക്കാം. അടിച്ചല്ലോ ചില രാജ്യങ്ങളൊക്കെ. തുർക്കിയെ പോലെ, തുർക്കിയിൽ 1 കിലോ അരി കിട്ടണമെങ്കിൽ ഒരു സഞ്ചിയിൽ തൂക്കി പിടിച്ച് പൈസയും കൊണ്ടുപോകണം. 1 കിലോ അരി കിട്ടണമെങ്കിൽ അങ്ങനെയാ. 5 ലക്ഷത്തിലേറെയൊക്കെയാണ് ചില പ്രദേശങ്ങളിൽ. ഇന്തോനേഷ്യയിൽ ഒരു ചായ കിട്ടണമെങ്കിൽ മില്യൺ മുതലേ തുടങ്ങുള്ളൂ. മില്യൺ, ചെറിയ പൈസയൊന്നുമില്ല, മില്യൺ മുതലാണ് തുടങ്ങുക. മില്യൺ, നിസ്ബ് മില്യൺ, വലിയ കാര്യമാണതൊക്കെ. ചിലപ്പോഴൊക്കെ ചില കൗതുക നോട്ടുകൾ നമ്മുടെ നാട്ടിൽ കാണാം. ഇന്തോനേഷ്യയുടെ മറ്റൊക്കെ നാണയങ്ങൾ, അതൊക്കെ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയിരിക്കും നാണയങ്ങൾ. കാരണം വിലയില്ല. ആവശ്യമനുസരിച്ച് വിലയില്ലാത്ത ധനം അടിച്ചപ്പോൾ വിലയില്ലാതെയായി, ധനത്തിന് വിലയില്ലാതെയായി. എന്നാൽ നോക്കൂ നിങ്ങൾ, അത് ലോകത്തിന്റെ അടിസ്ഥാന കാര്യമാണ്. നമുക്ക് നൽകുന്ന ഈ നോട്ട് റിസർവ് ബാങ്കിന്റെ ഗവർണർ നമുക്ക് പ്രോമിസ് ചെയ്ത് തത്തുല്യമായ ധനത്തെ, തത്തുല്യമായ സ്വർണത്തെ നമുക്ക് പ്രോമിസ് ചെയ്തുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ ഈ നോട്ട് വ്യവസ്ഥാപിതമായ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഒരു ശുദ്ധമായ നോട്ട്, ഈ നോട്ട് ഞാൻ വാങ്ങില്ല എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. എന്തുകൊണ്ട്? ഇതിന് തത്തുല്യമായ ഉരുപ്പടി കൊടുക്കണമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ടാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ ഒപ്പിട്ട ആ പ്രോമിസറി നോട്ടാണ് ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ചാൻസിൽ തന്നെയാണ് കറൻസി ഉള്ളത്. അത് സ്വർണം വെള്ളി 2ആയി. പിന്നെ ജീവികളായി സക്കാത്ത് കൊടുക്കേണ്ടത് ആട്, മാട്, ഒട്ടകം. വളരെ ചിന്തിക്കണം. ഇന്ന് അന്തല്ലാത്ത ഒരു സക്കാത്ത് വിതരണവും പിരിക്കലും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ചിന്തിക്കണം. ധനത്തിന് മൊത്തത്തിൽ സക്കാത്തില്ല. ധനത്തിന് സക്കാത്തില്ല.
ധനത്തെ ചില നിർദ്ദിഷ്ട അളവുകളിൽ മാത്രമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല, അല്ലാഹു റസൂൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, മുസ്ലിമിലെ ഹദീസ് കാണാം, ലൈസ അലൽ മുഅ്മിനി അലാ അബ്ദി ഫീ അബ്ദിഹി വലാ ഫറസിഹി സദഖ. ഓക്കേ, റസൂലുള്ളാഹി ജീവിച്ച കാലഘട്ടത്തിലെ ഏറ്റവും നല്ല രണ്ട് ധനങ്ങളാണ്, ഒന്ന് അടിമ, ഒന്ന് കുതിര. കുതിരയ്ക്ക് സക്കാത്തില്ല. സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്ക്, ധനത്തിന് മുഴുവൻ സക്കാത്തുണ്ടോ? എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്? ആരാണൊക്കെ പറയുന്നത്? തോന്നിയതുപോലെ പറയാ. വളരെ ചിന്തിക്കണം. ധനത്തിന് മൊത്തത്തിൽ സക്കാത്തില്ല. സദഖ കൊടുക്കണമല്ലോ. സദഖ കൊടുത്താൽ മാത്രമേ അവൻ അള്ളാഹുവിന്റെ നാളത്തെ പരലോകം ലഭിക്കൂ. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. പക്ഷെ സക്കാത്തില്ല. ഇത് ലോകം മുസ്ലിം ഉമ്മത്തിന്റെ തീരുമാനമായി പറയുന്നത്. കേരളത്തിൽ വളരെ കുറഞ്ഞ ആളുകളെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ ലോകത്തെ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന ഒരു പുസ്തകം ഇവിടുന്ന് 2 ഫർലോങ് അപ്പുറം പോയാൽ അവിടെയുള്ള സലഫി സെന്ററിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ആ പുസ്തകം എടുത്ത് മറിച്ചു നോക്കിയാൽ ഇവിടെ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ദൗർഭാഗ്യകരമായ ഒരു പിളർപ്പുണ്ടായി. ഞാനൊരു സമൂഹം പിളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഞാനതിൽ അഭിമാനിക്കൊന്നും സന്തോഷിക്കൊന്നും ചെയ്യണില്ല. ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു പിളർപ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായപ്പോൾ അന്ന് അവരിൽപ്പെട്ട മടവൂർ വിഭാഗത്തിന്റെ ഇന്നത്തെ മുഷാവറംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ ഇവിടെയുള്ള മുജാഹിദ് വിഭാഗം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഷബാബ് വാരിക അനവധി കാലഘട്ടം പരസ്യം കൊടുത്ത ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന് നമ്മൾ കാണുന്ന ഈ പല വസ്തുക്കൾക്കും ആഗോള മുസ്ലിമീങ്ങൾ സക്കാത്ത് ഏർപ്പെടുത്തുന്നില്ല എന്ന് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം കൈവശമുണ്ട്. സമയ ദൗർലഭ്യത്തെ മനസ്സിലാക്കിയിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാവരും ചിന്തിക്കുക. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈസ, മുസ്ലിമിന്റെ ഹദീസാണ്, ലൈസ അലൽ മുസ്ലിമി ലാ ഫീ അബ്ദിഹി അലാ അബ്ദ് ഫീ അബ്ദിഹി വലാ ഫറസിഹി സദഖ. ലൈസ അലൽ മുഅ്മിനി ഫീ അബ്ദിഹി വലാ ഫീ ഫറസിഹി സദഖ. അടിമയിൽ സക്കാത്തില്ല. ഞാൻ അടിമ മനുഷ്യനായിട്ടോന്നില്ല, പോട്ടെ. വലാ ഫറസിഹി, കുതിരയിലില്ല, ആനയിലില്ല, കുതിരയിലില്ല. ഇല്ല. എന്തേ? അള്ളാഹ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അള്ളാഹ് റസൂൽ പറഞ്ഞിരിക്കുന്നു. എനിക്കും എന്താ മനുഷ്യന്മാർ? അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അള്ളാഹ് തീരുമാനിച്ചത്. അള്ളാഹു പറഞ്ഞു ഇല്ല എന്ന് മുസ്തഫ നബി പറഞ്ഞു. ഇനി അതിനേക്കാളും വലിയ ഒരാൾ ഈ ദുനിയാവിൽ വരാനില്ല, വന്നിട്ടില്ല. വരാണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാലോ. അതൊക്കെ പറഞ്ഞൊരാൾ വന്നിരുന്നു. അയാൾ നമ്മൾ നേരെ പടിക്ക് പുറത്തുണ്ടാക്കി. മേം ഏക്ക് ദാഇഹു എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു മേ ഏക്ക് വലിഹും എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു മേം ഏക്ക് അലാ മുർസൽഹു എന്ന് പറഞ്ഞു, മേം ബി മറിയം ഹൂം മേം ബി ഈസാഹൂം എന്ന് പറഞ്ഞ ഒരാൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അയാൾ നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്താ ഇതിനപ്പുറം പറയാനുള്ളത്? അള്ളാഹു റസൂൽ പറഞ്ഞു, മുസ്തഫ നബി പറഞ്ഞു, ലൈസ അലൽ മുഅ്മിനി ഫീ അബ്ദിഹി വലാ ഫീ ഫറസിഹി സദഖ. എല്ലാത്തിനും കൂടി കൊടുക്കണ്ട. നിർദ്ദിഷ്ടമായ 4 ഇനങ്ങളിലായി 8 വകുപ്പുകൾക്ക് മാത്രമേ, 4 വകുപ്പുകളിൽ 8 ഇനം വസ്തുക്കളിൽ മാത്രമേ സദഖയുള്ളൂ എന്ന്, സക്കാത്തുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി. സദഖ എന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ പറയുന്ന സദഖയല്ല. സാന്ദർഭിക ദാനം ആർക്കും ചെയ്യാം, ചെയ്യുകയും വേണം. നിർബന്ധദാനമായ അസ്സകാത്തുൽ മഫ്റൂള, നിർബന്ധമായ സക്കാത്ത് ഈ 8 കാര്യത്തിലല്ലാതെ ഇല്ല. സ്വർണം, വെള്ളി, അതിനോടനുബന്ധിക്കുന്ന കറൻസി, പിന്നെയുള്ള 4 കാര്യങ്ങൾ. പിന്നെയുള്ളത് 1 ആട്, മാട്, ഒട്ടകം. ഇത്രയേ ഉള്ളൂ. ആട്, മാട് എന്ന് പറഞ്ഞാൽ പശു, അതേപോലെ തന്നെ പോത്ത്, എരുമ, ഇതൊക്കെ ഉൾപ്പെടും. അതൊക്കെ ഒരു ഇനം തന്നെയാണ്. പിന്നെ ഒട്ടകം. ആനയിലില്ല, കുതിരയിലില്ല. ഇല്ല. എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇല്ല. ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, റസൂൽ പറഞ്ഞിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രേ ഉള്ളൂ. ഇല്ല. അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഇല്ല, റസൂൽ പറഞ്ഞിരിക്കുന്നു ഇല്ല. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. നാട്ടിൽ റിലീഫ് കമ്മിറ്റിയായി പിരിക്കാം, സക്കാത്തായി പിരിക്കരുത്. റിലീഫാക്കാം, ഒരു പ്രശ്നമല്ല. പുതിയ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. രാഷ്ട്രീയത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ട് കുപ്പായിട്ട് കാത്തിരിക്കുന്ന ചില പുതിയ രാഷ്ട്രീയ
പ്രസ്ഥാനങ്ങൾ ഇപ്പൊ കുറെ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പൂതി കൊണ്ട് രാഷ്ട്രം അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് നടന്ന കുറച്ച് ആളുകൾ ഇതാ ഈ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കുപ്പായം ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് സംഘടനയായി പുറത്തു വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, റിലീഫ് ആവാം. ആദ്യത്തെ ഒരു ഏർപ്പാട് മറ്റുള്ളവർക്ക് ഇവർക്ക് ഇക്കാലം വരെ ജനകീയ ആസൂത്രണത്തിൽ കൈയിട്ട് വാരിയിട്ട് നാട്ടുകാർക്ക് കൊടുത്തിട്ട് ആ ജനകീയ ആസൂത്രണത്തിന്റെ പേരിൽ ആളുകളെ പിടിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ അവർക്ക് നല്ല പൂതിയുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ റിലീഫ് നടത്തിക്കോളൂ. എന്നാൽ പാവപ്പെട്ട ഉമ്മത്തിന്റെ സക്കാത്ത് വാങ്ങരുത്. അത് അല്ലെങ്കിൽ മാനദണ്ഡം കാണിക്കണം, ശറഈയായ മാനദണ്ഡം കാണിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. വളരെ ചിന്തിക്കണം. കൃഷിയിൽ എല്ലാ കൃഷിക്കും ഇല്ല. തൊലിയിൽ സൂക്ഷിക്കപ്പെടാവുന്ന മുദ്ദഖറത്തായ അതേപോലെ തന്നെ ഭക്ഷിക്കപ്പെടുന്നതായ ധാന്യങ്ങളിൽ നാട്ടിലെ സാധാരണ ഭക്ഷണ പദാർത്ഥമാവുകയും തൊലിയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതായ ധാന്യത്തിൽ മാത്രമേ സക്കാത്തുള്ളൂ. അടക്കയിൽ സക്കാത്തില്ല. അത് ഭക്ഷണ പദാർത്ഥമല്ല. തേങ്ങയിൽ സക്കാത്തില്ല. അത് സാധാരണ ഭക്ഷണ പദാർത്ഥമല്ല, ഭക്ഷണത്തിന്റെ ചേരുവയാണ്. മുളകിലും സക്കാത്ത് കൊടുക്കേണ്ടിയില്ലല്ലോ, മുളകും ചേരുവല്ല. എന്താ ചേരുവല്ലാത്തത്? ചേരുവയല്ല, സക്കാത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, നമുക്ക് തോന്നിയതുപോലെ പറയാം. ശറഈനൊരു മാനദണ്ഡം വേണ്ടേ? കൊടുത്തോളൂ, ധനം മുഴുവനും കൊടുത്തോളൂ. ആർക്കാ അവിടെ പ്രശ്നമുള്ളത്? പക്ഷെ സക്കാത്ത് എന്ന പേരിൽ കൊടുക്കരുത്. സക്കാത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ നിഷ്കർഷിച്ചിട്ടില്ല, ശറഈ നിഷ്കർഷിച്ചിട്ടില്ല. നാട്ടുകാർക്ക് പൈസ കിട്ടുമെന്ന് കരുതി തോന്നിയത് മുഴുവനും കൂടി കൊടുക്കരുത്. കൊടുത്തോളൂ, സക്കാത്ത് എന്ന പേരിൽ കൊടുക്കരുത്. എന്റെ അല്ലാഹു പറഞ്ഞിട്ടില്ല, ഹബീബായ റസൂൽ പറഞ്ഞിട്ടില്ല, മുൻഗാമികൾ പറഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് പറഞ്ഞുണ്ടാക്കരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.